നമസ്കാരം. കേരളത്തിന്റെ വടക്കേ അറ്റത്തു നിന്ന് തെക്കേ അറ്റത്തേക്ക് എത്തിച്ചേരാൻ വെറും 7 മണിക്കൂർ മാത്രം മതിയാകും. അതിനായി ഇനി അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. ദേശീയപാത 66 6 വരിയായി വികസിപ്പിക്കുന്ന പ്രവർത്തനം പൂർത്തിയാകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം മുക്കോല വരെ 643.29 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് 6 വരിപ്പാത പൂർത്തിയാകുന്നത്. ഈ വർഷം ഡിസംബറിൽ 6 വരിപ്പാത പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതാണ്. 24 റീച്ചുകളിലായുള്ള ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തിന്റെ സമഗ്ര മേഖലയിലും വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ഗുണം ലഭിക്കാൻ പോകുന്നത് ടൂറിസം മേഖലയ്ക്ക് തന്നെയാകും. തലസ്ഥാന നഗരിയിലേക്ക് വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്നവർക്കും ഇത് ഒരുപാട് പ്രയോജനപ്പെടും. 45 മീറ്റർ വീതിയിൽ ഇരുവശത്തും സർവീസ് റോഡുകളുമായി 6 വരി പാത തയ്യാറാകുന്നതോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം യാത്രയ്ക്കുള്ള നിലവിലെ സമയത്തിൽ നിന്ന് 10 മണിക്കൂറാണ് ലാഭിക്കാൻ കഴിയുന്നത്. കേരളത്തിലെ 9 ജില്ലകളിലൂടെയാണ് NH66 കടന്നു പോകുന്നത്. ഇതിനോടകം തന്നെ പണി പൂർത്തിയായ ഭാഗങ്ങൾ ഗതാഗതത്തിന് തുറന്നു നൽകിയിട്ടുണ്ട്. വിവിധ ബൈപ്പാസുകളിലൂടെ വാഹനങ്ങൾ കുതിച്ചു പായാനും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ദേശീയപാത 66 പൂർണ്ണമായും 6 വരിയായി ഗതാഗതത്തിന് തുറക്കുന്നതോടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റോഡ് യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ഗുണം ചെയ്യും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മണിക്കൂറാണ് ലാഭിക്കാൻ കഴിയുന്നത്. നിലവിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ റോഡിലൂടെ യാത്ര ചെയ്യാൻ 17 മണിക്കൂർ വരെ വേണ്ടി വരുന്നുണ്ട്. എന്നാൽ 6 വരി പാത തയ്യാറായാൽ ഇത് 7 മുതൽ 8 മണിക്കൂറായി ചുരുങ്ങുമെന്നാണ് അധികൃതർ പറയുന്നത്. കൊടും വളവുകൾ നിവർത്തിയും മേൽപ്പാലങ്ങളും ബൈപ്പാസുമായാണ് 6 വരി പാത തയ്യാറാക്കിയിരിക്കുന്നത്. 13 കിലോമീറ്റർ ദൂരത്തിലുള്ള രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ എലവേറ്റഡ് ഹൈവേ ആണ് ആലപ്പുഴയിൽ ഒരുങ്ങുന്നത്. 1.12 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലം കാസർഗോഡ് നഗരത്തിലും പൂർത്തിയായിട്ടുണ്ട്. ഡ്രൈവർമാരുടെ തലവേദനയായിരുന്ന മലപ്പുറം വളാഞ്ചേരിയിലെ വട്ടപ്പാറ വളവ് ഇല്ലാതെയായി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വയഡക്ട് മേൽപ്പാലമാണ് ഇവിടെ വരുന്നത്. KSRTC മിന്നൽ പോലെയുള്ള ബസ് സർവീസുകൾക്ക് പുതിയ 6 വരി പാതയിലൂടെ അതിവേഗത്തിൽ ഇനി സർവീസ് പൂർത്തിയാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നവരും നിരവധിയാണ്. യാത്രയ്ക്ക് വേഗം കൂടുന്നതോടെ സമസ്ത മേഖലയിലും വികസനമെത്തും. IT, വ്യവസായം, വാണിജ്യം തുടങ്ങിയ മേഖലകളിലും ഈ മാറ്റം പ്രതിഫലിക്കുന്നതാണ്. ദേശീയപാതയ്ക്ക് സമാന്തരമായി തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഒരുങ്ങുന്നതോടെ ടൂറിസം കേന്ദ്രങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റിയും സാധ്യമാകും. എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാലും മതി. നമുക്ക് നല്ല യാത്ര ഇതിലൂടെ നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം.